ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മുന്നിലെത്തിയ താരമാണ് രാജീവ്. അഭിനയത്തിൽ യാതൊരു മുൻ പരിചയവുമില്ലാതെ സീരിയൽ രംഗത്തേക്ക് ചുവടുവെച്ച താരം നിരവധി മെഗാഹിറ്റ് സീരിയലുകളുടെ ഭാഗമായിരുന്നു. ഇപ്പോഴത്തെ അഭിനയ രംഗത്തേക്ക് എത്തിയതിനെക്കുറിച്ചും സീരിയൽ രംഗത്തെ അനുഭവത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചുമാണ് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറ്റുന്നത്. കുറച്ചധികം നാളുകൾ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് തനിക്ക് കണ്ടുപിടിച്ചത് ക്യാൻസറിൻ്റെ ഒരു ചെറിയ നെഡ്യൂൾ ഉണ്ട് എന്നുള്ള കാര്യം. അത് വളരെയധികം തന്നെ ഞെട്ടിച്ച ഒരു വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിനയം എൻ്റെ 7 അയലത്തുകൂടി പോയിട്ടില്ല എന്നും പോരാത്തതിന് ചമ്മലം എനിക്ക് ഒരുപാടുണ്ടായിരുന്ന കാലത്തെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. പെൺകോന്നർ എന്ന ടാഗ് അത്തരം കഥാപാത്രങ്ങൾ ചെയ്ത് എനിക്ക് ലഭിക്കാനെന്ന പോലെയായി എന്ന് പറയാം. കല്യാണം കഴിക്കുന്ന സമയത്ത് ഹീറോ റോളുകൾ ചെയ്തു തുടങ്ങിയിരുന്നില്ല. സീരിയലുകളിൽ നിന്നും ബ്രേക്ക് എടുത്തപ്പോൾ വിഷമമൊന്നും തോന്നിയിരുന്നില്ല. കുറച്ചു വർഷം ദുബായിൽ ജീവിച്ചു. ശേഷം ബിസിനസ് ഡള്ളായപ്പോൾ തിരികെ നാട്ടിലേക്ക് വരികയായിരുന്നു. തൈറോയിഡ് ക്യാൻസറിൻ്റെ നൊഡ്യൂളാണ് കണ്ടത്. അത് കണ്ടതുകൊണ്ട് സർജറി നടത്തുക മാത്രമാണ് ചെയ്തതെന്നും അതിൻ്റെ പേരിൽ ഓൺലൈൻ ചാനലുകളെല്ലാം ചേർന്ന് തന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ എന്ന് നടൻ പറയുന്നു. അസുഖം വന്നത് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. തൈറോയിഡിൽ ക്യാൻസറിൻ്റെ നൊഡ്യൂൾ വന്നു. 3 ഹോസ്പിറ്റലിൽ 1 ഒപ്പീനിയൻ എടുത്തു. ഭൂരിഭാഗം പേരും പറഞ്ഞത് തൈറോയ്ഡ് നീക്കം ചെയ്യുക എന്നതാണ്. പകുതി ഓപ്പറേറ്റ് ചെയ്ത് കളയാനാണ് ഒരു ആശുപത്രിയിൽ നിന്നും പറഞ്ഞത്. പക്ഷെ വീണ്ടും നൊഡ്യൂൾ വന്നാൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതിൽ നല്ലത് മുഴുവനായി നീക്കം ചെയ്യുന്നത് തന്നെയാണെന്ന് ഡോക്ടർമാർ ഒറ്റവാക്കിൽ എല്ലാവരും പറഞ്ഞു. അങ്ങനെയായപ്പോൾ സർജറിക്ക് വിധേയനായി. അതും വാർത്തയായിരുന്നു. പക്ഷെ തെറ്റായ കാര്യങ്ങളുടെ ഉള്ളടക്കമായിരുന്നു. അവർ എന്നെ കൊന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്ന് നടൻ പറയുന്നു. നടൻ രാജീവ് റോഷൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമാവസ്ഥയെക്കുറിച്ചും അതുപോലെ ക്യാൻസർ ഗന്ധിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ്. വളരെയധികം സീരിയസ് ആയിട്ടൊരു അസുഖമാണെങ്കിലും ഇത്തരത്തിലൊക്കെ കഥ എഴുതാൻ മാത്രമൊന്നും ഇല്ലായിരുന്നുവെന്നാണ് നടൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. സീരിയൽ മാത്രമായി നിന്നാൽ വളർച്ചയുണ്ടാവില്ല. ലിമിറ്റേഷൻസ് ഉള്ള ഫീൽഡാണ്. കാര്യമായി സമ്പാദിക്കാനും കഴിയില്ല. അങ്ങനെയാണ് ദുബായിലേക്ക് പോയത്. അവിടെയും അങ്ങനെ തന്നെയാണ് പോയത്. അപ്പോഴേക്കും വിവാഹം കഴിഞ്ഞിരുന്നു. ഭാര്യയുടെ വേണ്ടപ്പെട്ടവർ ദുബായിൽ സെറ്റിൽഡ് ആയിരുന്നു. അങ്ങനെയാണ് അവിടെ റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങിയത്. ഞങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ പല മാറ്റങ്ങളും സംഭവിച്ചതെന്ന് നടൻ പറയുന്നുണ്ട്. വിവാഹ ജീവിതം നല്ല ഗംഭീരമായി മുൻപോട്ട് പോകുന്നുണ്ട്. അതിനിടയിൽ അസുഖം വന്നതുമൊക്കെ ഞങ്ങളുടെ കുടുംബത്തെ വല്ലാതെ തളർത്തിയിരുന്നു. എന്നാൽ അവിടെ നിന്നെല്ലാം കരകയറി ഞങ്ങൾ ഇതുവരെ എത്തി എന്ന് പറയുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് എന്ന് തന്നെയാണ് നടൻ പറയുന്നത്. ഇതോടൊപ്പം നടൻ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങളും വളരെയധികം തന്നെ വൈറലാവുകയും ഇപ്പോൾ നടന് അന്ന് അറിയാത്തവർ പോലും ഇപ്പോൾ അറിഞ്ഞ അദ്ദേഹത്തിനോട് നന്നായി പെരുമാറുകയും അദ്ദേഹത്തിന്റെ അസുഖത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരിക്കലും ആ അസുഖം വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് വന്നല്ലോ എന്നൊരു വിഷമം കൂടി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ട്. പഴയകാല സീരിയലുകളെല്ലാം കണ്ടവർക്ക് അദ്ദേഹത്തിന് നന്നായി അറിയാവുന്നതാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.